മെക്കാനിക്കൽ എഞ്ചിനീയർ, റോയൽ മെക്കാനിക്. പെണ്ണിന് പകരം ഇരുമ്പ് നിങ്ങളും വെക്കല്ലേ. അന്നത്തെ ഒരു മുദ്രാവാക്യം നിങ്ങളിലൂടെ ഒഴുകും രക്തം, ഞങ്ങളിലൂടെ ഒഴുകും ഓയിൽ. എക്സസൈസ് വന്നപ്പോൾ അത് എക്സസൈസ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഭയങ്കര ഇഷ്ടമെന്ന് വെച്ചാൽ അപ്പം പ്രോഗ്രാം നടന്നിട്ട് പുള്ളി പകുതിക്ക് വെച്ചിട്ടാണ് വരുന്നത്. ഇങ്ങനെ വന്നപ്പം സത്യം എല്ലാവരും വെച്ചിരുന്നത് എൻ്റെ പ്രസംഗത്തിനുള്ള കൈയടിയാണ്. അപ്പൊ ഞാനിങ്ങനെ നിൽക്കുമ്പോൾ ഭയങ്കര കൈയടി, മുടിഞ്ഞ കൈയടി. ഞാൻ ഇത് എവിടുന്ന് ഞാൻ എന്തെങ്കിലും പറഞ്ഞു തരും. അപ്പൊ ഞാൻ നോക്കിയപ്പോ മറ്റേ എസ് ജെ സൂര്യ വരുന്നത്. അപ്പൊ എനിക്കിത് കണ്ടിട്ട് ഞാനപ്പോ മൈക്കിക്കൂടെ എസ് ജെ സൂര്യ സാർ, ഞാൻ ഒന്നുകൂടെ പെരിയ ഫാനെന്ന് പറഞ്ഞു. അപ്പൊ പുള്ളി എപ്പോഴും കൈ കാണിച്ചപ്പോ അതിന് മുട്ടാൻ കൈയടി, ഭയങ്കര ഐഡിയ അവിടെ. അത് ഭയങ്കര ഇതായിരുന്നു. അപ്പുറന്ന് നസീറൊക്കെ ഷൗട്ട് ചെയ്തപ്പോഴെല്ലാം നമ്മൾ ജനുവിൻലി എവിടെയൊക്കെ നമ്മൾ മേ ബി നമ്മൾ ഇത് ലൈഫിൽ എവിടെയെങ്കിലും പാസ് ചെയ്ത് പോയിട്ടുണ്ടാകാം. അത് നമുക്ക് റിഫ്ലക്ട് ചെയ്തിട്ടുണ്ട് അതിൻ്റെ അകത്ത്. ഹൃദയം അഴലിൽ വെന്താലും മകനേ പുറമേ കരയിൽ ഏതാണും. ഹായ്, ടീം പരാക്രമമാണ് ഇന്ന് എൻ്റെ കൂടെ ഉള്ളത്. ദേവ് മോഹൻ, സിജു സണ്ണി, അമിത് മോഹൻ. വെൽക്കം. വാഴ ടീമും ദേവ് മോഹനും ഒന്നിക്കുന്നു എന്ന് വേണേ പറയാം അല്ലെ, ഇപ്പോഴത്തെ ഒരു പശ്ചാത്തലത്തിൽ. കുറച്ച് നാളെ, ഒരു വർഷത്തോളമായി ഷൂട്ട് ഏകദേശം കഴിഞ്ഞല്ലേ, കഴിഞ്ഞ മുമ്പ്. എന്താണ് പരാക്രമം ആൻഡ് നിങ്ങളെ റോള്? പരാക്രമം എങ്ങനെയാ പറയണ്ടേന്നുള്ളതാണ്. അതാണ് ഏറ്റവും ഡിഫൈൻ ചെയ്യാൻ ബുദ്ധിമുട്ട്. എങ്ങനെയാണ് ഈ പരാക്രമം എന്ന് പറയുന്നത്? എല്ലാവരും വിചാരിക്കുന്നത് ഒരു ആക്ഷൻ പടമാണോ, അല്ലെങ്കിൽ അപ്പൊ അങ്ങനെ ഒറ്റയടിക്ക് ഡിഫൈൻ ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. ഒരു യങ് ഏജിലുള്ള കുറെ പരിപാടികൾ എല്ലാവരുടെയും, അതാണ് അതിന്റെ ഒരു എനർജിയാണ് പരാക്രമം എന്നുള്ള ഉദ്ദേശിക്കുന്നത്. അല്ലാതെ ഒരു ഫൈറ്റ് ആക്ഷൻ അങ്ങനത്തെ പരിപാടി ഒന്നും അല്ല. അതുണ്ട്, ഒരു എലമെന്റ് ആണ് മാത്രം. അജോ തോമസിന്റെ അടുത്ത പരിപാടികൾ? പരാക്രമം ഒരു ഫുൾ കോമഡി പടമൊന്നുമല്ല. ഇതൊരു ഫാമിലി, അച്ഛൻ, മകൻ, ഫ്രണ്ട്സ് എല്ലാം കൂടെ ചേർന്നിട്ടുള്ളൊരു പരിപാടിയാണ്. ഈ പരാക്രമം ആക്ഷൻ പടത്തിന്റെ പേരാണെങ്കിൽ പോലും, പക്ഷെ പരാക്രമം ദേവിന്റെ കുറെ പരാക്രമങ്ങളും അതിൽ ഞങ്ങളെല്ലാം ഓരോ ഭാഗങ്ങളാണ്. ക്യാരക്ടർ പറഞ്ഞില്ല, വിശാഖ് സുകുമാരൻ അങ്ങനെയാണ് ക്യാരക്ടറിന്റെ പേര്. അതെ, ഇയാൾ ഈ പറഞ്ഞ പോലെ ഒരു കൺഫ്യൂസ് സ്റ്റേറ്റിൽ നിൽക്കുന്ന ഒരാളാണ്. അപ്പൊ ആ ഒരു ഏജിന്റെ ഒക്കെ ഉണ്ട്, ഒരു ലേറ്റ് ടീനേജേഴ്സിൽ നിൽക്കുന്ന ഒരു സ്പേസ് ആണ്. അപ്പോ അമ്മയുടെ അത്ര സുഖത്തിലൊന്നും അല്ല, ആ ഒരു ഫ്രിക്ഷൻ ഉണ്ട്. സംഗീത മാം ചെയ്യുന്ന ക്യാരക്ടർ. പിന്നെ അച്ഛനായിട്ട് രഞ്ജി പണിക്കർ സാറാ ചെയ്യുന്നത്. പേരെന്താ ക്യാരക്ടറിന്റെ? മഞ്ജേഷ്. കൊള്ളാം. ഇപ്പൊ ആ ഒരു ഇൻട്രോക്ക് പറ്റിയ പേരാണ്. പേരെന്താ സിജുവിന്റെ ക്യാരക്ടറിന്റെ? ബാലു. കോളേജ് ആണ് കുറച്ച് കാണിക്കുന്നത്, കേരള വർമ്മ അല്ലേ? കോളേജ് കുറച്ചേ ഉള്ളൂ. ഫുള്ളൊന്നുമില്ല. ഫേസിൽ അങ്ങോട്ട് കേറുന്നൊന്നുമില്ല. വിദ്യാ കോളേജില് പഠിച്ചത്. ഞാൻ ഒരു സാധനം കാണിച്ചോട്ടെ? ഇതൊക്കെ എവിടെ നിന്നാണ് കാണുന്നത്? രാവിലെ വേറെന്തോ ഇതേപോലെ ചോദിച്ചിട്ടുണ്ടല്ലോ. ഒരുപാട് സന്തോഷമുണ്ട് ദേവിനെ പറ്റിയിട്ട് ഈ ഒരു നിമിഷത്തിൽ ഓർക്കാൻ സാധിച്ചതിൽ ഒരുപാട് സന്തോഷമുണ്ട്. ഞങ്ങളുടെ 2014 ബാച്ച് പാസ് ഔട്ടുള്ള 14 ബാച്ചിലാണ് ദേവ് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിൽ തൃശ്ശൂർ വിദ്യ അക്കാദമിയിൽ നിന്നും പാസ് ഔട്ട് ആവുന്നത്. ആ സമയത്ത് തന്നെ ഞാൻ 3 സബ്ജക്റ്റോളം ദേവ് മോഹനെ പഠിപ്പിച്ചിട്ടുണ്ട്. പഠിപ്പിക്കുന്ന സമയത്തൊക്കെ ഏറ്റവും സമർത്ഥനായ വിദ്യാർത്ഥിയായിരുന്നു. കാരണം നമ്മുടെ യൂണിവേഴ്സിറ്റി തലത്തിലായാലും അക്കാഡമിക്കലി ബ്രില്യൻ്റ് ആയിരുന്നു. അത് കൂടാണ്ട് എക്സ്ട്രാ കരിക്കുലർ നമ്മുടെ കോളേജിൽ ആർട്സ് ഫെസ്റ്റ് ഒക്കെ ഒരുപാട്, പിന്നെ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെന്റ് അസോസിയേഷൻ്റെ പ്രോഗ്രാമുകൾ, ആർട്സ് ഫെസ്റ്റ്, ഇതൊക്കെ എപ്പോഴും ലീഡർഷിപ്പായിട്ട് മുമ്പിൽ നിൽക്കുന്ന ദേവായിരിക്കും. ദേവിന്റെ ഒരു ഗ്രൂപ്പാണ് എപ്പോഴും ഈ കോളേജിലൊക്കെ എപ്പോഴും മുന്നിൽ നിൽക്കാറുള്ളത്. പിന്നെ അതിനുശേഷം ആദ്യത്തെ ഷൂട്ടിംഗ് കഴിഞ്ഞ് റിലീസ് ചെയ്യും, സൂഫി സുജാതയും റിലീസ് ചെയ്യുന്നതിനേക്കാളും മുമ്പ് കോളേജിൽ വന്നിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ എല്ലാവരെയും കണ്ടിട്ടാണ് പോയത്. ഇപ്പോഴും ആ ബന്ധം എപ്പോഴും ദേവ് നിലനിർത്തുന്നുണ്ട്. അങ്ങനെയാണ് സാർ പറയുന്നത്. പക്ഷെ ആർട്സിനുണ്ടായിരുന്നു, കാരണം പ്രത്യേകിച്ച് ഒരു ഐറ്റത്തിന് ഞാനില്ല. അപ്പൊ അതുകൊണ്ട് എല്ലാവരും കോർഡിനേറ്റ് ചെയ്യാൻ മുമ്പിൽ കയറി നിൽക്കുമായിരുന്നു. ഞാനത് പറഞ്ഞിട്ടെ, പരാക്രമം ഷൂട്ട് നടക്കുമ്പോ ദേവ് മോഹന് പരിചയമുള്ള ഒരു സാർ ഉണ്ട് എന്ന് പറഞ്ഞു. ചോദിച്ചു വിളിച്ചു എന്റെ ഫ്രണ്ടാണ്. ഈ സാർ മുസ്ലിയാർ കോളേജിൽ എനിക്ക് ആരെയും അറിയില്ല. സോറി, കോളേജ് ഏതാന്ന് പോലും എനിക്കറിയില്ല. എനിക്കറിയില്ല, ക്ഷമിക്കണം.
അങ്ങനെ കണക്ട് ചെയ്യാൻ പറ്റുമോ വിദ്യാ മെമ്മറീസ് ഒക്കെ ഇതില്? അല്ല ഈ നമ്മുടെ ഈ പടത്തില് ഒന്ന് രണ്ട് സീക്വൻസ് ഇന്ത്യയിൽ ഷൂട്ട് ഷൂട്ട് ചെയ്തിട്ടുണ്ട്. ചെയ്തിട്ടുണ്ട്. അതൊരു ഭയങ്കര മൊമെന്റ്. കാരണം എനിക്ക് ഫസ്റ്റ് ഡേ ഞാൻ ഡിപ്ലോമ കഴിഞ്ഞിട്ടാണ് ബിടെക് ചെയ്യണേ. അപ്പൊ സെക്കൻഡ് ഇയറിലേക്കാണ് ജോയിൻ ചെയ്യുന്നത്. അപ്പൊ ഞാൻ ഫസ്റ്റ് ഡേ വന്ന് അപ്പൊ ഞാൻ എന്റെ ഫ്രണ്ടും കൂടിയിട്ടാണ് വരുന്നത്. അപ്പൊ ഞങ്ങൾ അന്ന് കാറ് ഒരു സ്ഥലത്ത് പാർക്ക് ചെയ്തിരുന്നു. കോളേജിൽ അന്ന് ആക്ച്വലി ഫസ്റ്റ് ഡേ അല്ലേ. അപ്പൊ അങ്ങനെ കാർ പാർക്ക് ചെയ്ത സ്ഥലത്തായിരുന്നു കാരവൻ കിടന്നിരുന്നത്. അപ്പൊ അത് ഞാനൊരു വീഡിയോ എടുത്തിട്ടപ്പോ എന്റെ ഫ്രണ്ട് പറഞ്ഞു ഓർമ്മയുണ്ട് അവിടെയായിരുന്നു നമ്മൾ അന്ന് കാറ് പാർക്ക് ചെയ്തിരുന്നേന്നൊക്കെ പറഞ്ഞു. അപ്പൊ അങ്ങനെയൊക്കെ ആലോചിക്കും ഭയങ്കര രസമുണ്ട്. പിന്നെ ആ കോളേജിൽ തന്നെ പോയിട്ട് സ്റ്റാർ ആയിട്ട് സ്റ്റാർ അല്ല അച്ഛലേക്ക് അവിടെ കുറെ പരിപാടി കാണിച്ചിട്ടുള്ള സ്ഥലമാണല്ലോ. ഇങ്ങനെ ഒരു സ്പേസിൽ രസമായിരുന്നു. വാഴയിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഗ്യാങ് ആ കൂടുതൽ. ഇപ്പൊ കോളേജിൽ എക്സാം എഴുതുക അങ്ങനത്തെ പരിപാടികളല്ലാതല്ലേ ഇതുപോലെ എക്സ്പ്ലോർ ചെയ്യുന്നില്ല കോളേജിന്? ആ ഫസ്റ്റ് അടി മാത്രല്ലേ മെയിൻ ആയിട്ടുള്ളൂ. ഇവിടെ അത് കുറച്ചുകൂടെ ഉണ്ടോ? ഇല്ല, കുറച്ചേ ഉള്ളൂ. കുറച്ച് കോളേജ് പരിപാടി കുറച്ചുകൂടെ ഫാമിലി അങ്ങോട്ടാണ് കോൺസെൻട്രേറ്റഡ്. ബിടെക്കുകാരാണ്. എന്താണ് ബിടെക് മെമ്മറീസ്? ഇതുപോലെ ബിടെക് മെമ്മറി എന്താണ്? പോരട്ടെ. മെക്കാനിക്കൽ എഞ്ചിനീയർ, റോയൽ പെണ്ണിന് പകരം ഇരുമ്പിനെ നിങ്ങളും വെക്കല്ലേ? അന്നത്തെ ഒരു മുദ്രാവാക്യം എന്തോ, നിങ്ങളിലൂടെ ഒഴുകും രക്തം, ഞങ്ങളിലൂടെ ഒഴുകും ഓയിൽ. റോയൽ മെക്ക്, എക്സ് റോയൽ മെക്ക്. നിങ്ങള് ഞാൻ ബികോം പ്രൈവറ്റ് ആണ് പഠിച്ചത്. ഞാൻ 2010 വർക്ക് ചെയ്യുന്നുണ്ട്. നേരെ സിനിമയിലേക്ക് അത് തന്നെയാണ്. ഇതില് ഒരു ഫ്രണ്ട്സ് നമുക്കിപ്പം കാണുമ്പോ ജോമോൻ ഉണ്ട്, നിങ്ങൾ എല്ലാവരും ഉണ്ടാകുമ്പോ ഒരു ഫ്രണ്ട്ഷിപ്പ് വാഴയിലൊക്കെ ഉണ്ടായിരുന്നത് ഒരു വൈബാണ് ഫീൽ ചെയ്യുന്നത്. അതാണോ പടം? ഇത്രയും ഇല്ല, അത് ഫുൾ ടൈം ഇതല്ലേ. ഇത് ഞാൻ ഇത് കുറച്ചുകൂടെ ഫാമിലി ആയിട്ടാണ് ഇത് കൂടുതലും. ഫ്രണ്ട്സ് ഉണ്ട് കൂട്ടത്തിലും ഫ്രണ്ട്സ് കൂടെ പോകുന്നത് വേറെ രീതിയിലാണ്. വാഴയുടെ സമയത്ത് OTT റിലീസ് വരുമ്പോ അതില് എങ്ങനെ വേണമെങ്കിലും ഇത് വരാന്നുള്ളത് പ്രിപ്പയർഡ് ആയിരുന്നോ? അങ്ങോട്ടാണ് അത് അങ്ങനെയാണല്ലോ. രണ്ട് ടൈപ്പ് അഭിപ്രായങ്ങൾ എന്തായാലും ഉണ്ടാവും. അപ്പം രണ്ടും കേൾക്കുക, അത്രേ ഉള്ളൂ. അതിനകത്ത് അല്ലാതെ നമ്മൾ ചെയ്യുന്നതിന് നല്ലത് മാത്രം പറയണം എന്ന് പറയാൻ പറ്റത്തില്ലല്ലോ. ഏത് സാധനത്തിനും അതെ. ഒരു ഫ്രണ്ട് വള്ളി പിടിക്കുമ്പം ആ വള്ളി കയറി പിടിച്ച് പോവാന്നൊക്കെ പറയില്ലേ? അതത്രേ ഉള്ളൂ. ഞാനും മുമ്പേയും പറഞ്ഞ പോലെ ഞാനും ഇവനും ഫ്രണ്ട്സ് ആണ്, ഒരുമിച്ച് വർക്ക് ചെയ്യുന്നവരാണ്. ഞാൻ അവന്റെ പോസ്റ്റിൽ അതല്ല അതിനപ്പുറത്തെ കമ്മ്യൂണിറ്റി അത് കണ്ട് മറ്റുള്ളവർ ഇഷ്യൂസ് ഉണ്ടാക്കുന്നതിനെ നമ്മൾ എന്തിനാ മൈൻഡ് ചെയ്യുന്നത്? പക്ഷെ ആ ഒരു സർക്കാസം മനസ്സിലായില്ല എന്നുള്ളതും അതാർക്കും മനസ്സിലായിട്ടില്ല. അവര് മറ്റേ OTT-ക്കാരെന്താണോ നീ കുറച്ച് കാണുന്നേ എന്നുള്ള അങ്ങനെ. ഞാൻ പറഞ്ഞില്ലേ, ഇത് എല്ലാരും 300 രൂപയൊക്കെ കൊടുത്ത് മാസം സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്നതാണ് ഈ എല്ലാ OTT പ്ലാറ്റ്ഫോമും. അതൊരിക്കലും ഒരു മോശം പ്ലാറ്റ്ഫോം നല്ല ഉദ്ദേശം. പക്ഷെ ഇത് മനസ്സിലാക്കാതെ മറ്റേ ബഹളം പൈസ അല്ലാതെ വേറെ വശം കൂടെ ഉണ്ട്. ഇപ്പൊ അത് തിയേറ്ററിൽ വർക്കായി OTT-യിൽ വന്നപ്പോ പല അഭിപ്രായങ്ങളുണ്ട്. ഇപ്പൊ എന്റെ ആദ്യത്തെ സിനിമ OTT-യിൽ റിലീസായി, അതിൽ ഭയങ്കരമായിട്ട് ആളുകൾ കണ്ടു. പക്ഷെ അത് വേറെ അഭിപ്രായം പറയുന്നുണ്ട്. ഇപ്പൊ തിയേറ്ററിലായിരുന്നെങ്കിൽ ഇത്രയും വർക്ക് ആവുമായിരുന്നോ എന്ന് ചോദിക്കുന്ന ഒരുപാട് പേരുണ്ട്. അപ്പൊ ഒരു കണ്ടന്റ് രണ്ട് സ്പേസിൽ വരുമ്പോ അതിന് ഡിഫറെന്റ് ആയിട്ടുള്ള രീതിയിലായിരിക്കാം ആക്സെപ്റ്റ് ചെയ്യുക. അത് ഭയങ്കര ഇതിന്റെ ഒരു സ്വഭാവമാണെന്ന് എനിക്ക് തോന്നിയിട്ടുള്ളൂ. അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറിയിരിക്കും. അത് എന്നോട് കുറെ പേര് ചോദിച്ചിട്ടുണ്ട്, അത് OTT-യിൽ ഇറങ്ങിയത് നന്നായില്ലേ? അതിപ്പോ ഞാനെന്ത് പറയാ. ഈ ഗ്യാങ്ങിന്റെ കൂടെ വർക്ക് ചെയ്യുമ്പോ എങ്ങനെ? കാരണം ഇവർ ഓൾറെഡി നിങ്ങൾക്ക് അന്ന് ഗുരുവായൂർ തുടങ്ങിയിട്ടില്ലേ ഷൂട്ട്? ഇത് പരാക്രമം തുടങ്ങുമ്പോ ഈ പുതിയൊരു ഗ്യാങ്ങിലൂടെ എങ്ങനെയാണ്? അല്ല, എനിക്ക് അപ്പൊ അന്ന് സിജുനെ മാത്രമേ അറിയുള്ളൂ. കാരണം ഞാൻ രോമാഞ്ചം കണ്ടതുകൊണ്ട് സിജുവിനെ അറിയാം. അപ്പൊ ഗുരുവായൂർ ഇറങ്ങിയിട്ടില്ല, ഷൂട്ട് നടക്കുന്നു. പിന്നെ അമിത്തിനെ എനിക്കപ്പം അറിയില്ല, ജോമോനെയും പരിചയമില്ല. ഇവർ രണ്ടുപേരും ഞാൻ മറ്റേ സ്ക്രിപ്റ്റ് റീഡിങ്ങിനെ കാണുന്നത്. സിജുവിനെ ഞാൻ സ്ക്രീനിൽ കണ്ടിട്ടുണ്ട്. പിന്നെ ഞങ്ങൾ ഫസ്റ്റ് സ്ക്രിപ്റ്റ് റീഡിങ് തന്നെ സെറ്റായി. പിന്നെ ആ ഒരു വൈബ് പിടിച്ച് തന്നെ അപ്പൊ അർജുനും പറഞ്ഞു, ഓക്കെ ഇത് തന്നെയാണ് നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു പരിപാടി, ഇതന്നെ അങ്ങ് പിടിച്ച് പോയാൽ അവിടെയും കിട്ടിയാൽ മതി. പുറത്തേക്ക് പോയപ്പോ ഇപ്പൊ റെയിൻബോ ചെയ്യുമ്പോഴാണെങ്കിലും ശാകുന്തളം ചെയ്യുമ്പോഴാണെങ്കിലും വേറൊരു എക്സ്പോഷർ കിട്ടുകയാണല്ലോ. അപ്പൊ നമുക്ക്
ഞാനിപ്പോ എനിക്ക് ഓർമ്മയിലുള്ളത് നരേൻ ചേട്ടനായിട്ടൊക്കെ സംസാരിക്കും. പുള്ളി ഇനീഷ്യൽ സ്റ്റേജിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇവിടെ നിൽക്കണോ, പുറത്തുനിന്ന് ഓപ്പർച്യൂണിറ്റി വരുമ്പോൾ നമ്മൾ പോകണോ, അതോ ഇവിടെ ഒന്ന് എസ്റ്റാബ്ലിഷ്ഡ് ആവണോ എന്നുള്ളൊരു കൺഫ്യൂഷൻ സ്റ്റേജ് വരാറുണ്ട്. മലയാളം മാത്രം ചെയ്ത് ഞാൻ പോകണോ, പുറത്തേക്കുള്ള ഓപ്പർച്യൂണിറ്റി എടുക്കാം എന്നുള്ളൊരു തീരുമാനം എങ്ങനെയായിരുന്നു? അല്ല, അത് അപ്പൊ വന്നു. അപ്പോ വലിയൊരു പ്രൊഡക്ഷൻ ഹൗസ് ഒരു വലിയ സിനിമയിലേക്ക് വിളിക്കുന്നു. നോ പറയാൻ എനിക്കൊരു റീസൺ ഇല്ല, കാരണം എൻ്റെ ഒരു 3ാമത്തെ സിനിമയായിട്ട് അത് വരുന്നത്. പിന്നത്തെ ഒരു സിനിമ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു ആ സമയത്ത്. അപ്പൊ എന്ത് പറഞ്ഞാൽ നോ പറയുക? ഞാൻ ആയിരുന്നല്ലേ? അല്ല, വരുന്നോ? ഇല്ല, ഡേറ്റ് ഇഷ്യൂ ഒന്നുമില്ല. പിന്നെ നമ്മള് ഒരു പടം വരുന്ന ചെയ്യുക, അത്രയല്ലേ ഉള്ളൂ. അപ്പൊ അത് വലിയൊരു ഇൻഡസ്ട്രി വേറെ എക്സ്പോഷർ ആവുമെന്ന് വിചാരിക്കുന്നു. അപ്പൊ അതിന് അതിൻ്റെതായ പ്ലസസ്, പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളുണ്ട്, പണിയുണ്ട്. അപ്പൊ അതാ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എനിക്കൊരു 1.5 വർഷം അവിടെ സ്പെൻഡ് ചെയ്യേണ്ടി വന്നു. അപ്പൊ ഇവിടെയുള്ള ആളുകൾ വിചാരിച്ചു ഞാൻ അവിടെയാണ് ഫോക്കസ് ചെയ്യുന്നത്. അതെനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല, കാരണം എന്റെ 100% ഫോക്കസ് മലയാളത്തിലാണ്, അതിലൊരു സംശയമില്ല. പക്ഷെ അങ്ങനെ ഒരു സിനിമ വന്നു, എനിക്കറിയില്ല ആ ഇൻഡസ്ട്രി എങ്ങനെയാ റൺ ചെയ്യുന്നതെന്ന് അറിയില്ല. അപ്പൊ നമ്മൾ വിചാരിക്കുന്നത് എന്താ, ഓക്കെ മലയാളം സിനിമ സാധാരണ 40-45 ദിവസം ഉണ്ടെങ്കിൽ 60 ദിവസം കൊണ്ട് കഴിയും. ഇൻ കേസ് ഒരു ഷെഡ്യൂൾ ബ്രേക്ക് 10 ദിവസം ഉണ്ടെങ്കിൽ തന്നെ. അപ്പൊ 2 മാസത്തിൽ മാക്സിമം 2 മാസത്തിൽ നമ്മൾ 45 ദിവസം ഷൂട്ട് ചെയ്ത് തീരും, മിക്കവാറും 45 ദിവസത്തിൽ തന്നെ തീരും. പക്ഷെ അവിടെ ചിലപ്പോ ഒരു 70-80 ദിവസം എന്ന് പറഞ്ഞാൽ അത് 6 മാസമായിട്ട് 1 വർഷമായിട്ടാണ് അവർ ഡിവൈഡ് ചെയ്യുക. നമുക്കതൊന്നും അറിയില്ലല്ലോ. ഇപ്പൊ എഗ്രിമെന്റ് വായിച്ചു നോക്കുമ്പോൾ തന്നെ ഇതൊന്നും നമുക്ക് മനസ്സിലാവുന്നില്ല. അപ്പോൾ വേറെ കമ്മിറ്റ്മെന്റ്സും അങ്ങനെ ഇല്ല, വേറെ കുറെ സിനിമകൾ കമ്മിറ്റ് ചെയ്തിട്ടും ഇല്ല. അപ്പൊ അങ്ങനെയൊക്കെ ആവുമ്പോൾ നമുക്ക് അറിവില്ലായ്മ കൊണ്ടൊക്കെ കുറെ സംഭവിക്കും, അങ്ങനെ ഓരോ മണ്ടത്തരം കാണിക്കും. പക്ഷെ ഇപ്പൊ കുറച്ചും കൂടെ കോൺഷ്യസ് ആയിട്ട് നമ്മൾ പറയും ഇങ്ങനെ ചെയ്യുന്നതിന് ഈ സമയത്തിനുള്ളിൽ തീരണം, കാരണം വേറെയും പടം ചെയ്യണം. അപ്പൊ അങ്ങനെ ഒരു വലിയൊരു ഗ്യാപ്പ്, ഒരു 1.5 വർഷം അവിടെ ഞാൻ സ്റ്റക്ക് ആയപ്പോ ഇവിടെ നിന്നുള്ള വിളികൾ കുറെ നോ പറയേണ്ടി വന്നു. കാരണം നമുക്ക് എങ്ങനെ മാനേജ് ചെയ്യുന്ന അറിയില്ല. അപ്പൊ അങ്ങനെ ഒരു മാനേജർ ഒന്നും ഇല്ലല്ലോ. അപ്പൊ എല്ലാം നമ്മൾ തന്നെയല്ലേ ഇവിടെ എവിടെയൊക്കെ സംസാരിക്കുക. അപ്പൊ അത് ഇവിടെയുള്ള കുറച്ച് ആളുകൾക്കെങ്കിലും തോന്നിയിട്ടുണ്ട് ഞാൻ അവിടെ ഫോക്കസ് ചെയ്യുന്നത്. അപ്പോഴത്തേക്കും ഈ റെയിൻബോ അനൗൺസ് ചെയ്യുന്നു. അപ്പൊ അതും ഒരു വലിയ ബാനറിലുള്ള സിനിമ. അത് ഒരു പേർപ്പസ്ഫുള്ളി എടുക്കണമെന്നല്ല, അത് അങ്ങനെ വന്നു പോകുന്നതാ. ഇപ്പൊ പക്ഷെ അത് കഴിഞ്ഞപ്പോ എനിക്ക് മനസ്സിലായി ഇൻഡസ്ട്രിയുടെ ഉള്ളിൽ അങ്ങനെ ഒരു ടോക്ക് ഉണ്ട്, ഞാൻ മലയാളം ചെയ്യുന്നില്ല. അപ്പൊ ഞാൻ അങ്ങോട്ട് എല്ലാ ഡയറക്ടേഴ്സിനെയും അങ്ങോട്ട് വിളിക്കും, മീറ്റ് ചെയ്യും, എന്നിട്ട് പറയും എനിക്ക് ഇവിടെ പടം ചെയ്യണം, ചാൻസ് തരൂ. ഞാനിവിടെ ഉണ്ട്, തെലുങ്ക് പറഞ്ഞു. സമന്ത അതുപോലെ രശ്മിക മന്ദാന അവരുടെ കൂടെയാ വരുന്നതെന്നുള്ളതും ഇവിടെ ഉള്ളവർക്ക് കുറച്ചുകൂടെ ഒരു ഹൈപ്പ് ഉണ്ടായിരുന്നു ആ പടങ്ങളിൽ. അത്ര എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആളാണ്. സമന്തയൊക്കെ നോക്കുകയാണെങ്കിൽ സ്റ്റാർ ആണ്. അവരുടെ ഒരു വർക്കിംഗ് എക്സ്പീരിയൻസ് എങ്ങനെയായിരുന്നു? ഓൾ സെയിം. അവര് അങ്ങനെ ഇപ്പൊ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന പടത്തില് ഞാൻ എന്നിലാണ്. അപ്പൊ എല്ലാരും ഭയങ്കര രസമാണ് ഇതിൽ. അങ്ങനെ എനിക്ക് അവര് സ്റ്റാർ ആയതുകൊണ്ട് അവര് സെറ്റിൽ വരുമ്പോ അങ്ങനെ ഒന്നുമില്ല. ടീമായിട്ട് ഒരു സിനിമ വർക്ക് ചെയ്യുക, എല്ലാരും അവരവരുടെ ബെസ്റ്റ് കോൺട്രിബ്യൂട്ട് ചെയ്യുക, അങ്ങോട്ടും ഇങ്ങോട്ടും നല്ലത് അപ്രീഷിയേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ അങ്ങനെ പോകുന്നു, അത്രേ ഉള്ളൂ. അല്ലാതെ ഈ സ്റ്റാർഡം ഒക്കെ പുറത്തല്ലേ വരുന്നത്. വർക്കിംഗ് സ്പേസിൽ അതൊന്നും ഇല്ല. നമ്മൾ ആ പരിപാടി ചെയ്യാൻ വർക്കാക്കാൻ നോക്കുക, അത്രേ ഉള്ളൂ. സ്റ്റാർഡം പറഞ്ഞപ്പോഴാ പണ്ട് ഒരു റെയിൽവേ സ്റ്റേഷനിൽ നിൽക്കുമ്പോൾ ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇങ്ങനെയൊക്കെ പോകുമ്പോൾ ആൾക്കാർ തിരിച്ചറിയില്ലേ. എനിക്ക് തോന്നുന്നു രോമാഞ്ചം കഴിഞ്ഞിട്ടാണ്. കുറച്ചൊക്കെ ആള് തിരിച്ചറിയും, കുറച്ച് ദൂരല്ലേ ഉള്ളൂ. ഇപ്പൊ പോവാൻ പറ്റുമോ? പോവും ഞാൻ, അതൊന്നും കുഴപ്പമൊന്നുമില്ല. അതിന്ന് ഇപ്പം ഒന്ന് കാണുമ്പോ ഒരു ഫോട്ടോ എടുക്കും, പിന്നെ കഴിഞ്ഞു. പിന്നെ അവർക്ക് അയ്യോ എപ്പോഴും നോക്കിക്കൊണ്ടിരിക്കത്തില്ല. അത് അവർക്ക് ആദ്യം കാണുമ്പോൾ അതങ്ങ് മാറും. പിന്നെ നമുക്ക് അതുപോലെ അങ്ങ് ക്രൗഡ് വന്ന് ഇടിച്ചു അങ്ങനെയുള്ളതൊന്നും ആയിട്ടൊന്നും ഇല്ലല്ലോ. ജസ്റ്റ് ഒന്ന് കാണുമ്പോൾ ഒരു സന്തോഷം, ചിലപ്പം കൂടി വന്നൊരു ഫോട്ടോ. അതിനപ്പുറം അവർക്ക് പരിപാടി നോക്കി അവരോടിരിക്കും, ഞാൻ എൻ്റെ പരിപാടി നോക്കി. പബ്ലിക് എങ്ങനെയാ റെസ്പോണ്ട് ചെയ്യണേ? ഈ ഉറപ്പരും വാഴയ്ക്ക് ശേഷം ഡെഫിനറ്റ്ലി ഭയങ്കരമായിട്ട് റെക്കഗ്നൈസ്ഡ് ആവുന്നതിൻ്റെ ഒരു സാധനമുണ്ട്. അത് സന്തോഷമുള്ള കാര്യമാണ്. പറഞ്ഞ നമ്മൾ ആഗ്രഹിച്ചിട്ടുണ്ട്. ആളുകൾ ഈ പറയുന്ന പോലെ വരുന്നു, കാര്യങ്ങൾ പറയുന്നു, അവർ സംസാരിക്കുന്നു, ഷെയർ ചെയ്യുന്നു, നമ്മളോട് ഫോട്ടോ എടുക്കുന്നു. ഭയങ്കര സന്തോഷം തരുന്ന കാര്യമാണത്. അമിതേട്ടൻ്റെ ആ സീന് ഞാൻ വാഴയ്ക്ക് ശേഷം നിങ്ങൾ സംസാരിച്ചു എന്നറിയാം, പക്ഷെ നമ്മള് ജിഞ്ചറിലും കണ്ടിട്ടില്ല. അതുകൊണ്ട് ചോദിക്കാം, ആ സീൻ ഉണ്ടല്ലോ ഈ ചർച്ചയായ വിവാദമായ സീൻ, അത് എനിക്കൊന്നും അതധികം കണ്ടിരിക്കാൻ പറ്റിയിട്ടില്ല. ഞാൻ ഒരു തവണ കണ്ടിട്ട് തന്നെ കുറച്ച്, കാരണം നമുക്ക് ഭയങ്കര ഡിസ്റ്റർബ്ഡ് ആവുന്നുണ്ടായിരുന്നു. അത് ഒരുപാട് പേര് എന്നോട് പറഞ്ഞു. ഇപ്പം അശ്വതി ചേച്ചിയൊക്കെ പറയുന്നത് അത് ഡിസ്റ്റർബ്ഡ് ആവുന്ന ഒരു സീനായിരുന്നു അത് എന്നുള്ള. കുറെ പേർക്ക് അങ്ങനെയാ. അത് എടുക്കുന്നതും അതിന്റെ ഒരു പ്ലാനിങ് ഒക്കെ എങ്ങനെയായിരുന്നു? പ്ലാനിങ് അങ്ങനെ പ്രത്യേകിച്ച് പ്ലാനിങ് ഉണ്ടോ ചോദിച്ചാൽ ഈ വിപിൻ ചേട്ടനും ആനന്ദും വന്ന് കാര്യങ്ങൾ പറഞ്ഞു തന്നായിരുന്നു. ആ പറഞ്ഞു തന്നതിൻ്റെ അടിസ്ഥാനത്തിൽ മേ ബി എനിക്ക് വന്ന് അവിടെ സീൻ ചെയ്തപ്പോൾ നസീർക്കയും സ്മിനി ചേച്ചിയാലും അഖിൽ വിനായകനായാലും അവരെല്ലാവരും സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അവരങ്ങനെ അപ്പുറന്ന് നസീർക്ക ഷൗട്ട് ചെയ്തപ്പോഴെല്ലാം നമ്മൾ ജെനുവിൻലി എവിടെയൊക്കെ മേ ബി നമ്മൾ ഇത് ലൈഫിൽ എവിടെയെങ്കിലും പാസ് ചെയ്ത് പോയിട്ടുണ്ടാകാം, അത് നമുക്ക് റിഫ്ലക്ട് ചെയ്തിട്ടുണ്ട് അതിൻ്റെ അകത്ത്.
ഞാൻ ജനുവലി പിന്നെ പുള്ളി സൗണ്ട് കൂടെ എടുത്തപ്പോഴത്തേക്ക് ഞാൻ ജനുവലി പേടിച്ചു പോയി. അപ്പൊ അതെങ്ങനെ അത് തനിയെ സംഭവിച്ചതാണ്. അല്ലാതെ ഇങ്ങനെ ഒരു മീറ്ററിൽ ഈ ഇല്ലല്ല, റെസ്പോൺസ് അത് ഒരിക്കലും പ്ലാൻഡ് ആയിട്ട് ഒരിക്കലും അല്ല. അത് ആ സമയത്ത് മൊമെന്റിൽ സംഭവിച്ചതാണ്, അല്ലാതെ ഒരു പ്ലാനിങ്ങും ഇല്ലായിരുന്നു. ഇതുപോലെ തന്നെ മരണമാസിലേക്ക് വന്നു. അപ്പൊ സ്ക്രിപ്റ്റ് റൈറ്ററായി. സ്ക്രിപ്റ്റ് റൈറ്റർ ആക്ടർ കോമ്പോല് വർക്ക് ചെയ്യുമ്പോൾ എങ്ങനെയാ മാറ്റം? ആക്ടർ ആണെങ്കിൽ അഭിനയിച്ചിട്ട് എവിടെയെങ്കിലും ഫുൾ ടൈം ഷൂട്ട് ഇല്ലെങ്കിലും ഉണ്ടെങ്കിലും എല്ലാം വേണം. അതാണ് പ്രധാന വ്യത്യാസം. പിന്നെ നമ്മൾ എഴുതിയൊരു സാധനം വിഷ്വലായിട്ട് കാണുമ്പോൾ ഒരു മനസ്സിലുണ്ടാവുന്ന ഒരു ഇതുണ്ടല്ലോ, കൊള്ളാം. അത് ആ ഒരു നമ്മളൊന്നും അങ്ങനെ വിചാരിച്ചിട്ടില്ലല്ലോ. ഇപ്പൊ ഒരു നമ്മളെഴുതിയൊരു സ്ക്രിപ്റ്റിന് വേണ്ടി ഒരു പ്രൊഡക്ഷൻ കമ്പനി വരുന്നു, അവര് എത്ര കോടി ഇൻവെസ്റ്റ് ചെയ്യുന്നു. അതെ, ടൊവിനോ തോമസ് പ്രൊഡക്ഷൻ വരുന്നു, അവർ ഇത്ര കോടി ഇൻവെസ്റ്റ് ചെയ്യുന്നു. അല്ലെങ്കിൽ ബേസിലേട്ടനും ആർട്ടിസ്റ്റുകളെല്ലാം വരുന്നു, പെർഫോം ചെയ്യുന്നത്. ഇത് തുടങ്ങിയപ്പം ഇവരൊക്കെ അങ്ങനൊന്നും ചിന്തിച്ചല്ലോ, ഇതൊക്കെ നമ്മൾ എഴുതുകയല്ലേ. പക്ഷെ അത് അവസാനം ഇങ്ങനെയൊക്കെ വന്നത് ഭയങ്കര സന്തോഷം, ഹാപ്പി. മരണമാസം എങ്ങനെയാ? ഒരു കോമഡിയാണ്. ഒരു മരണമാസ് എല്ലാവരും ഈ തൊപ്പി വെച്ച് നടക്കുന്ന കാരണം ക്യൂരിയസ് ആയി, ഇവരെന്താ ചെയ്യുന്നത്? ബേസിലേട്ടനെ തൊപ്പി വെച്ച് നടക്കുന്നത് വെറുതെ വെച്ചതല്ലേ? ഇനി മരണമാസം ഗസ്ട്രോൾ ഉണ്ടോന്നൊക്കെ ബേസിലേട്ടൻ കഴിഞ്ഞ ദിവസം തൊപ്പി ഊരി. ബേസിലേട്ടൻ തൊപ്പി ഫുട്ബോളിന്റെ ഇതിന്റെ എനിക്കിനിപ്പോ അടുത്തതിനകത്ത് മിക്കവാറും ഉടനെ ഒന്നും പറ്റും തോന്നുന്നില്ല. മനോരഥങ്ങളിൽ MT സാറിന്റെ, അത് സന്തോഷ് ശിവൻ സാറിന്റെ കൂടെ വർക്ക് ചെയ്തു അല്ലേ? അതും ഒരു പഴയ കാലം ഡിഫറെന്റ് ലുക്ക് ഒക്കെ ചെയ്തു. അതൊരു കിടിലൻ എക്സ്പീരിയൻസ് അല്ലേ? അത് ഉറപ്പായിട്ടും. പിന്നെ സാറിന്റെ സ്ക്രിപ്റ്റിൽ നമുക്കൊരു ചെറിയ ഭാഗമാണെങ്കിലും ചെയ്യാൻ പറ്റും, ഭയങ്കര ഡെഫിനറ്റ്ലി ഭയങ്കര കാര്യമാണ്. 100% സാറിന്റെ അടുത്താണ് അതിന്റെ താങ്ക്സ് പറയുന്നത്. കാര്യം ഞാൻ അതിൻ്റെ അകത്ത് AD ആയിട്ട് വർക്ക് ചെയ്യാനാണ് പോയത്. അപ്പോൾ അവിടെ ഇരുന്ന് നമ്മൾ നോർമലി സ്ക്രിപ്റ്റ് ഡിസ്കസ് ചെയ്യുന്ന പോയിന്റ് സാർ റാൻഡമായിട്ട് പറഞ്ഞു അത് നീ അങ്ങ് ചെയ്തോന്ന് പറഞ്ഞു. ഞാൻ കിളി സാറായോണ്ടൊന്നും തിരിച്ചു പറയാനും പറ്റൂല, സാർ അതല്ല മറ്റതാണ് ഇതാണെന്ന് പോലും. കാര്യം ബേസിക്കലി നമ്മൾ ആ സമയത്ത് ഞാൻ മേക്കിങ്ങിലാണ് എനിക്ക് ഇൻട്രസ്റ്റ്. പിന്നെ സാറ് പറഞ്ഞതുകൊണ്ട് നമ്മളതങ്ങ് ചെയ്തു. പക്ഷെ സപ്പോർട്ട് ചെയ്ത് എങ്ങനെയൊക്കെ അത് ഭയങ്കര നല്ല കാര്യമാണ്. അത് പറഞ്ഞതിൽ ഭയങ്കര സന്തോഷമുണ്ട്. അല്ല, നല്ല അത് നമുക്ക് സന്തോഷമല്ലേ നിങ്ങൾ അങ്ങനത്തെ ഒരു ഇതിൽ കാണുക എന്ന് പറയുമ്പോൾ. പിന്നെ ജയ് മഹേന്ദ്രൻ വന്നു, ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്നുണ്ട്. 2 സൈമ ഡെബ്യൂട്ടന്റ് ആക്ടർ അവാർഡ്സ് വാങ്ങി 2 ആളായിരിക്കുന്നത് 2 കൊല്ലങ്ങളായിട്ട്. കുറച്ച് മുന്നത്തേലേക്ക് ഞാൻ വരാം. ഈ ഡ്രസ്സും കൂടെ കണ്ടപ്പോ മുണ്ടുടുത്ത് മറ്റേ എന്താ പറയാ ടൊവിനോ പറയുന്ന പോലെ മുണ്ടുടുക്കാൻ അറിയാതെ ഒക്കെ പറഞ്ഞ പോലെ സ്റ്റേജിൽ കയറി പ്രസംഗിക്കുമായിരുന്നു. ആഗ്രഹമായിരുന്നു അല്ലേ? അങ്ങനെ ആഗ്രഹമൊന്നുമില്ല, അവര് വിളിച്ചു അവാർഡുണ്ടെന്ന് പറഞ്ഞു. അത് പിന്നെ പോയി. പോവാൻ നേരത്തെ എന്തിടും എന്നുള്ളതിലാണ്. കോട്ടിടത്തില്ല, കാരണം എനിക്ക് കോട്ട് ഇട്ടിട്ടില്ല ഇത്രയും കാലമായിട്ടും. ബാത്റൂം സിംഗർ ആയിട്ട് ബാത്റൂം സിംഗർ അത് നമ്മള് റീൽസിന് വേണ്ടി ഇട്ടാ, അല്ലാതെ ഒരു പ്രോഗ്രാമിന് അങ്ങനെ എനിക്കൊരു കോട്ട് ഇട്ടിട്ടുള്ളൊരു ഇതില്ല. എന്തിടും എന്നുള്ള രീതിയിലാണ്. അപ്പൊ ഓണം വരുന്നു, അപ്പൊ മുണ്ടും ഷർട്ടും, അപ്പൊ എല്ലാരും മുണ്ടും ഷർട്ടും ആവുന്നുള്ള ചിന്ത വരുന്നു. അപ്പൊ പിന്നെ കളർ മുണ്ട് പിടിക്കാൻ അശ്വതി ചേച്ചി പറയുന്നു, കളർ മുണ്ട് പിടിക്കുന്നു, ഈ ഷർട്ട് എല്ലാം സെറ്റ് ചെയ്യുന്നു. അങ്ങനെ പോയതാണ്. അതായിരുന്നു അന്നത്തെ ഒരു വെറൈറ്റി പ്രസംഗം. പിന്നെ SJ സൂര്യ വന്നപ്പോ SJ സൂര്യ വന്നപ്പോ അത് SJ സൂര്യ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഭയങ്കര ഇഷ്ടമെന്ന് വെച്ചാൽ അപ്പം പ്രോഗ്രാം നടന്നിട്ട് പുള്ളി പകുതിക്ക് വെച്ചിട്ടാണ് വരുന്നത്. അപ്പം ഇങ്ങനെ വന്നപ്പം സത്യത്തിൽ എല്ലാവരും വെച്ചിരുന്നത് എന്റെ പ്രസംഗത്തിനുള്ള കൈയടിയാണ്. അപ്പൊ ഞാൻ ഈ നിൽക്കുമ്പോ ഭയങ്കര കൈയടി, മുടിഞ്ഞ കൈയടി. ഞാൻ ഇത് ഞാൻ എന്തെങ്കിലും പറഞ്ഞു. അപ്പൊ ഞാൻ നോക്കിയപ്പോ മറ്റേ SJ സൂര്യ വരുന്നത്. SJ സൂര്യ വന്നിട്ട് നടുക്ക് വന്നിട്ട് എന്തോ ഇങ്ങനെ തിരിഞ്ഞ് കാര്യം പറഞ്ഞോണ്ടിരിക്കുക. അപ്പൊ എനിക്കിത് കണ്ടിട്ട് ഞാനപ്പോ മൈക്കിലൂടെ SJ സൂര്യ സാർ ഞാൻ എന്നോട് പെരിയ ഫാനെന്ന് പറഞ്ഞു. അപ്പൊ പുള്ളി തിരിഞ്ഞു ആരുടെ അപ്പൊ പുള്ളി എപ്പോ കൈ വെച്ച് കാണിച്ചപ്പോ അതിന് മുട്ടാൻ കൈയടി, ഭയങ്കര ഐഡിയ അവിടെ. അത് ഭയങ്കര ഇതായിരുന്നു. കുറച്ച് മുന്നേ സൈമ അല്ലേ, കോവിഡ് കാലത്തെ അല്ലേ അല്ലേ? ശരിക്കും പുറത്ത് പോയിട്ട് ഇങ്ങോട്ട് വരുമ്പോഴേ ഇവിടുത്തെ വർക്ക് ചെയ്ത് തുടങ്ങുമ്പോ എന്താ ഒരു മാറ്റം തോന്നി തുടങ്ങി? അങ്ങനെ ഉണ്ടോ? കൃത്യമായിട്ട് ഉത്തരം പറയുകയാണെങ്കിൽ ചിലപ്പോ ഉണ്ടായിരിക്കാം. പക്ഷെ ഇപ്പോ പരിപാടിയൊക്കെ ചെയ്യുമ്പോ എല്ലാം ഇതൊക്കെ, പക്ഷെ നമ്മുടെ ഇവിടെ കുറച്ചും കൂടെ നമുക്ക് ലിമിറ്റേഷൻ ഉണ്ട്. നമ്മുടെ ഓഫ്കോഴ്സ് നമ്മുടെ ഇൻഡസ്ട്രി കുഞ്ഞ് ഇൻഡസ്ട്രിയാണ്, നമ്മുടെ ബഡ്ജറ്റിൽ കുറെ ലിമിറ്റേഷൻ ഉണ്ട്. അപ്പൊ അതുകൊണ്ട് എനിക്ക് തോന്നുന്നു നമ്മൾ കുറച്ചും കൂടെ ഭയങ്കരമായിട്ട് പ്രീ പ്രൊഡക്ഷനും ക്രിയേറ്റീവ് ആയിട്ട് ചിന്തിക്കേണ്ടി വരാറുണ്ട്. കാരണം നമ്മൾ പറയുന്ന എല്ലാം നമുക്ക് കിട്ടില്ല. നമ്മൾ സ്ക്രിപ്റ്റിലൊരു കാര്യം എഴുതി അങ്ങനെയാണ് എനിക്ക് എക്സ്പീരിയൻസ് തോന്നിയിട്ടില്ല കേട്ടോ. ഉണ്ടെങ്കിൽ അതെല്ലാം അവിടെ
നമ്മൾ ആ മൊമെന്റിൽ ആ സ്പേസിൽ എന്തൊക്കെ യൂസ് ചെയ്യാൻ പറ്റുക ഭയങ്കരമായിട്ട് ചിന്തിക്കാൻ ക്രിയേറ്റീവ്ലി എല്ലാരും മാക്സിമം ഇൻപുട്ട് കൊടുക്കാൻ ശ്രമിക്കും. പക്ഷെ പുറത്തെനിക്ക് കുറച്ചും കൂടെ അവർ ഓർഗനൈസ്ഡ് ആണ്. അപ്പൊ ഈ സീനിൽ ഇന്നത് വേണമെന്നുണ്ടെങ്കിൽ എല്ലാ പ്രോപ്പർട്ടീസും എല്ലാം വാങ്ങി സെറ്റ് ആണ്. അപ്പൊ അവിടെ ആ ഒരു മൊമെന്റിൽ ഒരു ക്രിയേറ്റിവിറ്റി സംഭവിക്കണ്ടോ എന്ന് എനിക്കറിയില്ല. അപ്പോ എനിക്ക് അങ്ങനെയാണ് ആക്ച്വലി തോന്നിയില്ല. ആ ഒരു കാര്യം മാത്രമേ എനിക്ക് ഡിഫറൻസ് തോന്നിയിട്ടുള്ളൂ. നമുക്ക് കുറെ ലിമിറ്റേഷൻ ഉണ്ടല്ലോ. അങ്ങനെ വരുമ്പോൾ നമ്മൾ ഭയങ്കരമായിട്ട് ക്രിയേറ്റീവ്ലി എങ്ങനെ ഇതിനെ ഓവർകം ചെയ്യാന്നല്ലേ നോക്കൂ. അത് നമ്മളിവിടെ ഉണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടുള്ളത്. വാഴ കഴിഞ്ഞ് ഇതിൽ വാഴ കഴിഞ്ഞല്ലേ ഇത് ഷൂട്ട് അതിന്റെ മുന്നേ കഴിഞ്ഞു. അപ്പൊ പരാക്രമത്തിലേക്ക് വരുമ്പോ അർജുൻ രമേശ് ഡയറക്ടറും അതുപോലെ DOP സാലുവിനെ പറയുമ്പോ എനിക്ക് ഓർമ്മ വരുന്നത് ജിയോ ചേട്ടൻ പറഞ്ഞതാ, മമ്മൂക്ക ഭൂതത്തിന്റെ സൗണ്ടിൽ ചെന്ന് പറഞ്ഞു DOP കൊള്ളാം. DOP ഡയറക്ടറൊക്കെ കൂടെ എങ്ങനെയായിരുന്നു നോക്കി? അടിപൊളിയായിരുന്നു സത്യം. ഭയങ്കര എങ്ങൊന്നും ഒരു പ്രഷർ ഇല്ലെന്നുള്ളതാണ്. ഭയങ്കര സ്പേസ്, നല്ലൊരു പ്രഷർ ഇല്ല. അതെ, ആകെ ഞങ്ങൾക്ക് കുറച്ച് ടെൻഷനൊക്കെ വന്നത് രഞ്ജി സാറൊക്കെ വന്നപ്പോഴാണ്, മാമും വന്നപ്പോഴാണ്. ഭയങ്കര സീനിയർ ആയിട്ടുള്ള ആ ഒരു സീനൊക്കെ ഉള്ളു ഞങ്ങൾ ഇച്ചിരി. ബാക്കി മറ്റേ റീടേക്ക് വന്നാലും എല്ലാം നമ്മൾ ആൾക്കാര് അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ച് ഫ്രീഡം ഉണ്ടായിരുന്നു, സ്പേസ് ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു പരിപാടിയായിരുന്നു. അതുകൊണ്ട് ഭയങ്കര അപ്പൊ അർജുനാണെങ്കിലും ചാലിച്ചേട്ടനാണെങ്കിലും എല്ലാവരും ഭയങ്കര സപ്പോർട്ടായിരുന്നു. രഞ്ജി സാർ വരുമ്പോ എപ്പോഴും ഒരു തഗ്ഗച്ഛനെ പ്രതീക്ഷിക്കും നമ്മള്, അങ്ങനെയാണോ? തഗ്ഗച്ഛനല്ല, വേറും മീറ്റർ അച്ഛനാ. പിന്നെ ജോമോൻ ഇവിടെ ഇല്ല, അതുകൊണ്ട് ജോമോന്റെ ക്യാരക്ടറിനെ പറ്റി നിങ്ങളോടാ ചോദിക്കുന്നത്. ജോമോൻ ഇതേപോലെ തന്നെ ഇതിന്റെ അകത്തുള്ള ഒരു ഇതുപോലെ കൂട്ടുകാരൻ തന്നെയാണ്, ഒരു കൂട്ടുകാരൻ തന്നെയാണ്. പക്ഷെ വേറെ സ്പേസിലാണ് നിൽക്കുന്നത്. അപ്പൊ പരാക്രമത്തിനും വരാനുള്ള പ്രൊജക്ടുകൾക്കൊക്കെ എല്ലാവിധ വിശ്വാസം. താങ്ക് യു. താങ്ക് യു സോ മച്ച്.